ഹായ് ഹലോ നമസ്കാരം. ഇത് എൻ്റെ കടലാസ് റോസ് ചെടിയാണേ. നന്നായിട്ട് പൂവുണ്ടാകുന്ന വൈറ്റും ഈ കളറുമായിരുന്നു പൂക്കളെ. പക്ഷേ ഞാൻ ഈ ചട്ടിക്കകത്ത് തന്നെ കുറച്ച് കാന്താരിയുടെ വിത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു. അത് പാകി. അപ്പോൾ കാന്താരി എല്ലാം മുളച്ചു വന്നു. അപ്പോൾ ഈ റോസ ചെടിയുടെ ഊരൊക്കെ കുറഞ്ഞു. അപ്പോൾ പിന്നെ കാന്താരി ഇനി പറിച്ചൊന്ന് മാറ്റി നടണം. ഒരു ചട്ടിക്കകത്തോട്ട് ഞാൻ നിറച്ച് നാട്ടി വെച്ചേ. അതാണിത്. മാറ്റി വെച്ചപ്പോൾ അത് നന്നായിട്ട് പിടിച്ച് കയറി വരുന്നുണ്ട്. ഇനി ബാക്കി എല്ലാം പറിച്ച് വേറെ കുറച്ച് ചട്ടിക്കകത്തൊക്കെ ആക്കണം. ഇത് ഞാൻ ഈ കുപ്പി വെട്ടിയിട്ട് നട്ടു നോക്കി. പക്ഷേ അതിനകത്ത് പിടിച്ചില്ല. അത് ചീഞ്ഞു പോയി. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ മണ്ണ് എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണും ചകിരിച്ചോറും കൂടെ ആട്ടോ ഈ ചട്ടിക്കകത്തൊക്കെ നിറച്ചേക്കുന്നത്. ഇത് കറ്റാർവാഴ കുഴപ്പമില്ലാതെ കയറിയൊക്കെ വരുന്നുണ്ട്. തൈയൊക്കെ പുതിയത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തിരിക്കുന്നത് ചീഞ്ഞു പോയി. എന്തോ അത് കയറി വരുന്നില്ല. അത് പോയെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ചട്ടിക്കകത്തുനിന്ന് പറിച്ച് അതിലോട്ട് മാറ്റി നട്ട് വെക്കണം. ഇവിടെ ചെടിയും കായും എല്ലാം പിടിക്കും കേട്ടോ. പലർക്കും അതൊരു സംശയമുണ്ട്. രഞ്ജിത്തിൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ പച്ചക്കറിയൊക്കെയാണ്. ഞാനൊരു ദിവസം അത് പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പം ഈ പരിപാടിയൊക്കെ ആയിട്ട് രാവിലെ ഇന്നങ്ങോട്ട് തുടങ്ങി. പിന്നെ കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു. അപ്പോൾ ജുവലും ജസ്ലിനും സ്ട്രോബെറി ചോദിച്ചു. അപ്പോൾ ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഇതിങ്ങനെ തേനിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയാട്ടോ. ഇപ്പോൾ ഒത്തിരി ട്രെൻഡായിട്ട് ഒരിടയ്ക്ക് നിന്നില്ലായിരുന്നു ചോക്ലേറ്റിനകത്ത് മുക്കി. പക്ഷേ അതും നല്ലതാട്ടോ. അങ്ങനെ ഇവർക്ക് ഇഷ്ടം. ഇവർക്ക് പിന്നെ കൂടുതൽ തേനാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടമായത്. അപ്പോൾ ഇങ്ങനെ തേനി മുക്കി കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഈ സ്ട്രോബെറി. പക്ഷേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തേനി മുക്കി കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് ഇത്തിരി ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴേ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയതേ. തേനും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളൊരു വട്ടം ട്രൈ ചെയ്യുമ്പോൾ തേൻ മുക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഒരു വെറൈറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് പിള്ളേർക്ക് കൊടുത്തു. അവർ തന്നെ മുക്കി കഴിച്ചോളും. അപ്പോൾ ജോലി കഴിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ജസ്റ്റിലും കഴിച്ചു തുടങ്ങി. ജോലി ഇങ്ങനെ കഴിക്കാനൊക്കെ തുടങ്ങുവാണേ. ഇഷ്ടമാണ്, കഴിച്ചോളും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടു. അപ്പം എന്നെ കള്ള നോട്ടൊക്കെ നോക്കുക അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ എന്നാ ഈ സ്ട്രോബെറി ജ്യൂസ്, ഐസ്ക്രീം അങ്ങനെയൊക്കെ പറയില്ലേ. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒറിജിനൽ അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും ശരിക്കും ഈ പച്ച ആയിട്ട് നമ്മൾ പഴമായിട്ട് സ്ട്രോബെറി ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്നാന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. എനിക്ക് പുളിയൊക്കെ തന്നെയാണ് തോന്നുന്നത്, ചെറിയ മധുരവും പുളിയൊക്കെ. പക്ഷേ ഐസ്ക്രീമൊക്കെ വരുമ്പോൾ വേറൊരു ഫ്ലേവറായിട്ട് തോന്നും. ജസ്റ്റ് അപ്പോൾ ലീഫ് എന്നാ ചെയ്യണമെന്നൊക്കെ ചോദിക്കുക. കഴിച്ചു എന്നിട്ട് ഇനി ലീഫ് എന്താ കാണിക്കണ്ടേ, ലീഫ് കൊണ്ട് കളയാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ സ്ട്രോബെറി കഴിപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ഞാനിവരുടെ വീഡിയോ ഒക്കെ എടുക്കുന്നവർ കാണുന്നുണ്ട്. ഇടയ്ക്കൊക്കെ എന്നോട് പറയും എടുക്കണ്ടെന്നൊക്കെ. ഇപ്പോൾ വലിയ സന്തോഷമാണ്, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം ഇവരെയും കൊണ്ട് ചെറുതായിട്ട് സൈക്കിളൊക്കെ ചവിട്ടാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം. അപ്പം ഞങ്ങൾ ഇവരെയും കൊണ്ട് സൈക്കിളൊക്കെ ചവിട്ടാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പും ഒരു നല്ല കാറ്റും ഒക്കെ ഉണ്ട്. പകൽ അത്യാവശ്യം ഇപ്പോൾ ചൂടായി തുടങ്ങി. ഇപ്രാവശ്യം അങ്ങനെ മഴയൊക്കെ കുറവാണ്, നല്ല ചൂടാണ്. പിന്നെ രാത്രി ഇങ്ങനെ തണുപ്പുള്ളതുകൊണ്ട് ഒരു ആശ്വാസമെന്ന് പറയാം. അങ്ങനെ സൈക്കിൾ ചവിട്ടാണ്. ഒരു വട്ടം ജസ്ലിൻ ചവിട്ടും, പിന്നെ ജോലി ചവിട്ടും, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.